സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ശാന്തമായിരിക്കാം. ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം. സ്നേഹം
എഴുന്നള്ളും യേശു രാജാവാം കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളും യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാമാന്യ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ എഴുന്നള്ളും യേശു രാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടരും ഉടന്തരും ജയിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടരും ഉടന്തരും ജയിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ മാറും നിരാശ നീങ്ങും വിലാപം നൃത്തമായി തീർന്നിടുമേ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ എഴുന്നള്ളും യേശു രാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാമാന്യ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ
അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാ കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാ കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. കരത്താലും പരിശുദ്ധാത്മശക്തിയാലും നിത്യതൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. മിന്നൽ പിണരുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. മിന്നൽ പിണരുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുർശക്തികളും. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുർശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തയേശുവിൻ നാമത്തിനാൽ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തയേശുവിൻ നാമത്തിനാൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. കുരുടരിൻ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടക്കുമേ. മുടഞ്ഞുള്ളവർ കുതിച്ചുയരും മരെല്ലാം തുതി മുഴക്കും. മുടഞ്ഞുള്ളവർ കുതിച്ചുയരും മരെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം.
നീങ്ങിടുമേ. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴക്കിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴക്കിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നിന്നിത പാത്രമേവാൻ നമ്മെ നായകൻ കൈവിടുമോ? നിന്നിത പാത്രമേവാൻ നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റ് നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റ് നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരിയിൽ ഒരു വീടും നീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ വലിയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും വല്യനുമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യയിൽ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നല്ല പിതാവേ, അപ്പാ, നിന്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ അവിടെ എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അപ്പോൾ ഞങ്ങൾ ആശയോടെ കർത്താവെ ഇന്നും അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ ആശയോടെ നോക്കുന്നു. അപ്പാ കർത്താവെ, നീ ഞങ്ങളെ സന്ദർശിപ്പാൻ അവിടെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും നാഥന്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വർഗത്തിലെ ജീവന്റെ വചനം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ഈ ദേശത്തെ സന്ദർശിക്കുന്ന ഈ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പോൾ അവിടുന്ന് യെരുശലേമിന്റെ തെരുവിൽ കൂടി കർത്താവെ, ആ കഴുതമേൽ വാഹനമേറി അപ്പോൾ അവിടുന്ന് കടന്നു ചെന്നുവല്ലോ കർത്താവെ. നിനക്ക് ഓശാന പാടിയതുപോലെ കർത്താവെ, ആ കുഞ്ഞുങ്ങളെല്ലാം നിനക്ക് ഹല്ലേലൂയ പാടിയതുപോലെ അപ്പാ, ഞങ്ങളും ഈ ആരംഭ സമയം തന്നെ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കട്ടെ അപ്പാ. കർത്താവെ, നിന്നെ ആരാധിപ്പാൻ നീ കർത്തൃ ദിവസം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് നന്ദി അപ്പാ. സ്വർഗത്തിലെ അപ്പാ, ഞങ്ങൾ നിന്നെ ആരാധിക്കട്ടെ അപ്പാ. അവിടുത്തെ പുത്രനെ ഞങ്ങൾ ആരാധിക്കട്ടെ അപ്പാ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ആരാധിക്കട്ടെ അപ്പാ. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ യോഗ്യതകളൊന്നും നോക്കാതെ അവിടെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു അപ്പാ. കർത്താവെ, നിന്റെ അത്ഭുതകരമായ കൃപ ഞങ്ങളുടെ മധ്യത്തിൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അപ്പാ, ഞങ്ങളെ കഴുകുന്ന ദിവസമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ, ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കുന്ന രാത്രിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് രോഗസൗഖ്യം നൽകുന്ന രാത്രിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിടെ ഞങ്ങൾ ഇന്ന് സന്ദർശിച്ച് കർത്താവെ സമാധാനത്തോടെ ഞങ്ങൾക്ക് മടങ്ങിപ്പോൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയാലോചനകൾ ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. അപ്പൊ അവിടുത്തെ സ്വർഗീയ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ആ സ്വർഗത്തിൽ നിന്നുള്ള ദൂതന്മാരെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗീയ ആലോചനകളാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ ഞങ്ങളോട് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇന്ന് ഞങ്ങളോട് കർത്താവെ ആദ്യോടന്തം അവിടുന്ന് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഗാന ശുശ്രൂഷയിൽ കർത്താവെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നതിന് നന്ദി അപ്പ. കർത്താവെ, തുടർന്നുള്ള സമയവും അപ്പ ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ശബ്ദപരിധിയിലിരിക്കുന്ന ഓരോരുത്തരെയും നിന്റെ മുറിഞ്ഞകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ ഓരോരുത്തരെയും നിന്റെ ദൂതന്മാർ സന്ദർശിക്കുന്ന ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വരുവാൻ ആഗ്രഹിച്ചിട്ടും വരാൻ സാധിക്കാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെ കാക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അപ്പൊ ആ യാത്രയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. രോഗികളായ അനേകം ഹോസ്പിറ്റലുകളിലായിരിക്കുന്നല്ലോ അപ്പ. കർത്താവെ, നിന്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം നീട്ടി ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകുന്ന കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദേശത്തെ സന്ദർശിക്കണമേ, ദേശത്തുള്ള ഓരോ കുടുംബങ്ങളെയും സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടിയങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേട്ട ഉത്തരം തരുമാറാണ് പിതാവേ, ആമേൻ. സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ, തീ പോലെ മഴ പോലെ എന്നിൽ ഒഴുകണമേ, തീ പോലെ മഴ പോലെ എന്നിൽ ഒഴുകണമേ, മുട്ടോളം മരയോളം എന്നിൽ ഒഴുകണമേ, മുട്ടോളം മരയോളം എന്നിൽ ഒഴുകണമേ,
കേട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ. ത്രിയേക ദൈവത്തിന്റെ ധന്യനാമം മോദപ്പെടട്ടെ. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവദൂതന്മാരെ കുറിച്ചായിരുന്നു. നാം ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത് ദൈവദൂതന്മാരും മനുഷ്യജീവികളും. ദൈവദൂതന്മാർ ദൈവ തേജസ്സിന്റെ പ്രതിഫലനം എന്ന് നാം കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചു. ദൈവദൂതന്മാർ മനുഷ്യരോട് ഇടപെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവദൂതന്മാർ സന്ദേശവാഹകന്മാരാണ്. ദൂതനിൽ നിന്നും സന്ദേശം ലഭിച്ചിട്ടുള്ള മനുഷ്യർ ആരും വഴിതെറ്റിപ്പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയില്ല. ദൂതന്മാർ സ്വർഗത്തിലെ പ്രഭുക്കന്മാരാണ്. ഒരു ദൈവദൂതൻ മരുഭൂമിയിൽ അലഞ്ഞു നടന്ന ഹാഗാറിനെ സ്വർഗത്തിൽ നിന്ന് വിളിക്കുന്നതായിട്ട് നമുക്കിന്ന് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. God heard the boy crying, and the angel of God called to Hagar from heaven and said to her, What is the matter, Hagar? Do not be afraid. God has heard the boy crying as he lies there. Lift the boy up and take him by the hand, for I will make him into a great nation. Then God opened her eyes, and she saw a well of water. So she went and filled the skin with water and gave the boy a drink. പ്രിയപ്പെട്ടവരെ, നാം എന്താണ് വായിച്ചു കേട്ടത്? ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു ബാലന്റെ നിലവിളി നമുക്ക് കേൾക്കാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 8 വാക്യം മുതൽ നമുക്ക് വായിച്ചു കേൾക്കാം. പൈതൽ വളർന്നു, മുലകുടി മാറി. ഇസ്ഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. മിസ്രൈമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട് അബ്രഹാമിനോട്, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക. ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസ്ഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. എന്നാൽ ദൈവം അബ്രഹാമിനോട്, ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്കാം. ഇസ്ഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും. അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്തു. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു. കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി. ബർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. എന്നാൽ ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു.
അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവന്റെ അമ്മ മിസ്രയീം ദേശത്ത് നിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ ഒരു നിലവിളി കേൾക്കുകയാണ്. ഒരു ബാലന്റെ നിലവിളിയാണ് കേൾക്കുന്നത്. അബ്രഹാമിന്റെ ദാസിയായ ഹാഗാറിനോട് ഒരു ദിവസം നേരമെടുത്തപ്പോൾ പറയുകയാണ്, നീ ഇവിടെ നിന്ന് പോവുക എന്ന്. അവളുടെ തോളിലേക്ക് അപ്പവും ഒരു തുരുത്തി വെള്ളവും അവളുടെ തോളിലേക്ക് വെച്ചു കൊടുത്തു. തന്റെ ദാസിയുടെ മകനെയും ഏൽപ്പിച്ച് അവരെ പാരാൻ മരുഭൂമിയിലേക്ക് നടത്തുകയാണ്. മരുഭൂമിയിൽ കൂടി നടന്ന് ഹാഗാർ തന്റെ കയ്യിലുള്ള വെള്ളവും അപ്പവും എല്ലാം തീർന്നു. ആ കുഞ്ഞ് കിടന്ന് നിലവിളിക്കുകയാണ്. അപ്പോൾ ഹാഗാർ പറയുകയാണ്, എനിക്ക് ഈ കുഞ്ഞിന്റെ മരണം കാണുവാൻ കഴിയുകയില്ല. വിശന്ന് കരയുന്ന കുഞ്ഞിന്റെ മരണം കാണുവാൻ കഴിയാതെ ഒരു അൻപിൻപാട് ദൂരത്ത് ഒരൻപ് എയ്താൽ എത്രമാത്രം ദൂരെയാണോ ചെന്ന് വീഴുക, അത്രയും ദൂരെ ആ കുഞ്ഞിനെ കിടത്തിയിട്ട് ആ അമ്മ മാറി നിന്ന് കരയുകയാണ്. എന്നാൽ ഹാഗാറിന്റെ നിലവിളിയും ആ ബാലന്റെ നിലവിളിയും സ്വർഗത്തിലെ ദൂതൻ കേട്ടു. പ്രിയപ്പെട്ടവരെ, ആ ദൂതൻ അവളെ വിളിക്കുകയാണ് ഹാഗാറെ എന്ന്. പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവദൂതനുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ദൂതൻ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവളുടെ കണ്ണ് തുറന്നു, അവിടെ ഒരു നീരുറവ് കണ്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ നീരുറവ് കാണുക, അത്ഭുതങ്ങൾ ദൈവം ചെയ്തു കൊടുക്കുകയാണ്. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, അവനൊരു ജാതിയായി തീരുമെന്ന് ഒരു വാഗ്ദത്തവും കൊടുത്തു. അബ്രഹാമിന്റെ സന്തതിയാണ് പ്രിയപ്പെട്ടവരെ ഹാഗാറും തന്റെ ദാസിയായ ഇസ്മായിൽ എന്ന മോനും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അവരൊരു വലിയ ജാതിയായി തീർന്നിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് അവർ വലിയൊരു ജാതിയാണ്. ആ അബ്രഹാമിന്റെ മകനാണ് ഇസ്മായിൽ, തന്റെ ദാസിയുടെ മകനാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ ദാസിയുടെ മകനെയും കരുതിയതായ ഒരു ദൈവദൂതനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. നമ്മളും ചില മരുഭൂമി യാത്രയിൽ നമ്മളെ ആരും കാണുന്നില്ല, നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് നാം കരുതിയിരിക്കാം പ്രിയപ്പെട്ടവരെ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം പ്രിയപ്പെട്ടവരെ ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ചില ഏകനായി മരുഭൂമിയിൽ കൂടി പോകുമ്പോഴും ഹാഗാറിന്റെ ദൈവം എന്നെ കാണുന്നു എന്നുള്ള ബോധവും വിചാരവും നമ്മളെ നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അടുത്തതായി നമുക്ക് ദൈവദൂതന്മാർ ഇടപെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 26-ഉം 27-ഉം വാക്യം 28-ഉം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26-ഉം 27-ഉം 28-ഉം വാക്യങ്ങൾ. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് ഗസയ്ക്കുള്ള, യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ട് ചെന്നപ്പോൾ കന്ദഖ എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. Now an angel of the Lord said to Philip, go south to the road, the desert road that goes down from Jerusalem to Gaza. So he started out, and on his way he met an Ethiopian eunuch, an important official in charge of all the treasury of Candace, queen of the Ethiopians. This man had gone to Jerusalem to worship, and on his way home was sitting in his chariot reading the book of Isaiah the prophet. അതെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന എത്യോപ്യക്കാരനായ ഒരു ഷണ്ഡന്റെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ പറയുന്നത്. ഫിലിപ്പോസ് കർത്താവിന്റെ ശിഷ്യനാണ്. ഫിലിപ്പോസ് അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദഖ എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. അതെ, അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം നാം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും.
അവർ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ശമരിയക്കാരുടെ അനേകം ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്തഖ എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവരുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ പേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നു കേട്ടു. നീ വായിക്കുന്നു ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ച് തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്: അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്രിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവനെ ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിചാരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ഡൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? തന്നെ കുറിച്ചോ അതോ മറ്റൊരുത്തിനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ഡൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനം എടുക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ഡൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷം കൊണ്ട് തന്റെ വഴിക്ക് പോയി. ഫിലിപ്പോസിനെ പിന്നെ അസ്തൂതിൽ കണ്ടു. അതേ പ്രിയപ്പെട്ടവരെ, ഫിലിപ്പോസിനോട് സംസാരിക്കുന്നവനായ ഒരു ദൂതൻ. നമ്മൾ ദൈവദൂതന്മാരും മനുഷ്യരും തമ്മിലുള്ള വിഷയമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫിലിപ്പോസിനോട് പറയുകയാണ്, നീ ആ തേരിനോട് ചേർന്ന് നടക്ക എന്ന്. ആ തേരിൽ ഇരിക്കുന്നവനായ ആ ഷണ്ഡനെ കണ്ടവനായ ഒരു ദൈവദൂതൻ, ആ ദൂതൻ ഫിലിപ്പോസിനോട് പറയുകയാണ്, നീ ആ തേരിനോട് ചേർന്ന് നടക്ക. അപ്പോൾ അവൻ കേൾക്കുകയാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഷണ്ഡനെയാണ് കാണുന്നത്. ആ ഷണ്ഡനോട് ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന്. അപ്പോൾ ഷണ്ഡൻ പറയുകയാണ്, പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എനിക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല എങ്കിൽ നാം പ്രാർത്ഥിക്കണം. പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ഇതിന്റെ പൊരുളൊന്ന് വിഭാഗിച്ച് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഏത് ആത്മാവിലാണോ എഴുതിയിരിക്കുന്നത് അതേ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വചനം വിഭാഗിച്ച് തരും. പ്രിയപ്പെട്ടവരെ, അതിനായി നാം ഒന്ന് മാത്രമേ വേണ്ടൂ. നാം സെമിനാരികളിൽ പോയി പഠിക്കണമെന്ന് നിർബന്ധമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ പഠിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവാം ദൈവമുണ്ട്. നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമെങ്കിൽ അവൻ കടന്നു വന്നാൽ ഈ വചനത്തിന്റെ എല്ലാം നമുക്ക് മനസ്സിലാക്കി തരും. പ്രിയപ്പെട്ടവരെ, ഇത് ഏതാത്മാവിലാണോ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അതേ ആത്മാവ് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വന്നാൽ നമുക്ക് ഈ വചനത്തിലെ ഓരോ വള്ളിയും പുള്ളിയും നമുക്ക് പൊരുൾ തിരിച്ച് മനസ്സിലാവുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവത്തിന്റെ ദൂതൻ ഫിലിപ്പോസിനെ അയക്കുകയാണ്. നാം കാണുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് അറിയിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എപ്പോഴും അങ്ങനെയാണ്, തന്റെ പുത്രനെ എപ്പോഴും മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. പുത്രനിലേക്ക് നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. ആരെയാണ് പ്രിയപ്പെട്ടവരെ അറുക്കുവാനുള്ള ആടിനെ പോലെ കൊണ്ടുപോയത്? നമ്മുടെ കർത്താവിനെയാണ്. രോമം കത്രിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അതെ, അവൻ വായി തുറക്കാതെ മിണ്ടാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയിൽ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. അതെ, അവന്റെ ജീവനെ അവർ എടുത്തു കളഞ്ഞു. അവന്റെ രക്തം മുഴുവനായും ഊറ്റിത്തന്നു. പ്രിയപ്പെട്ടവരെ, ഷണ്ഡൻ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഈ യെശയ്യാ പ്രവാചകനെ കുറിച്ച് തന്നെയാണോ അതോ മറ്റാരെ കുറിച്ച് ആണോ എന്ന്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിലിറങ്ങി സ്നാനം
കഴിപ്പിച്ചു എന്നാണ് പ്രിയപ്പെട്ടവരെ നാം ഇവിടെ കാണുന്നത്. വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. അതെ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിനെ നാം അനുഭവിക്കുവാൻ ഈ ദൈവദൂതൻ ഫിലിപ്പോസിനെ എടുത്ത് ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെയും ദൂതന്റെ ഇടപെടൽ നമുക്കിവിടെയും കാണുവാൻ സാധിക്കും. അടുത്തായി വീണ്ടും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിൽ ദൈവദൂതന്മാർ വീണ്ടും ഇടപെടുന്നത് കാണുവാൻ സാധിക്കും. 27-ാം അധ്യായം 23-24 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായി ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാവുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. Last night an angel of the God whose I am and whom I serve stood beside me and said, do not be afraid, Paul. You must stand trial before Caesar, and God has graciously given you the lives of all who sail with you. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായി ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാവുന്നു എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ്? ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ്, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായകയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന ഫൊയ്നീക്ക എന്ന ക്രേത്ത തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്ക പേരും ആലോചന പറഞ്ഞു. എന്നാൽ തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരം എടുത്ത് ക്രേത്താദ്വീപിന്റെ മറപറ്റി ഓടി. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. അതേ കപ്പലിന് വിരോധമായിട്ട് ഒരു കൊടുങ്കാറ്റ് ഊതുകയാണ്. അപ്പോസ്തലനായ പൗലോസിനെ ഒരു കാരാഗ്രഹത്തിലാക്കിയിരിക്കുകയായിരുന്നു. തന്റെ വചനം പ്രസംഗിച്ചത് മൂലം പൗലോസിനെ കാരാഗ്രഹത്തിലാക്കിയിരിക്കുകയായിരുന്നു. എന്നാൽ അവിടെ നിന്ന് തന്നോടുകൂടെ കിടന്ന കാരാഗ്രഹവാസികളെയും ഒരു കപ്പലിലേക്ക് കയറ്റി കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങിയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി. പിന്നെ മണത്തിട്ട മേൽ അകപ്പെടുമെന്ന് പേടിച്ച് പായി ഇറക്കി അങ്ങനെ പാറിപ്പോയി. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം മലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. 3-ാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ട് കളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ മറ്റുപോയി. അതേ പ്രിയപ്പെട്ടവരെ, വളരെ നാളായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ അവർ കപ്പലിൽ കഴിയുകയാണ്. നമ്മുടെ ഈ ചില ദിവസങ്ങളിൽ സൂര്യനെയോ ഒന്നും കാണാതെ നല്ല മഴയുടെ പ്രയാസത്തിലായിരുന്നു നാമും. എന്നാൽ ദൈവം നമുക്ക് ഒരു സ്വസ്ഥത തന്നിരിക്കുകയാണ്. ഇവിടെ ഇവർ പറയുകയാണ്, രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ മറ്റുപോയി. ആ കപ്പലിലാണ് യാത്ര. അന്ന് ഇതുപോലത്തെയുള്ള യന്ത്രം ഘടിപ്പിച്ച കപ്പലുകളൊന്നുമില്ല. പായ്ക്കപ്പലിലാണ് അവർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈശാനമൂലൻ എന്ന് പറയുന്ന ഒരു വലിയ കൊടുങ്കാറ്റ് അടിക്കുകയാണ് അവരുടെ ജീവിതത്തിലേക്ക്. അപ്പോൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ മറ്റുപോയി എന്ന് അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എൻ്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. പൗലോസ് എന്ന് പറഞ്ഞു, ഇപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പൗലോസിന്റെ വാക്ക് കേൾക്കാതെ മാലുമിയുടെയും കപ്പലുടമസ്ഥന്റെയും വാക്ക് കേട്ടുകൊണ്ടാണ് അവർ യാത്ര തിരിച്ചത്. എന്നാൽ ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാണന് ഹാനി വരികയില്ല എന്ന് പറയുകയാണ്. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായി ദൈവത്തിന്റെ ദൂതൻ
എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പിനെന്ന് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നുവെന്ന്. അതെ പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ ദൈവദൂതൻ ഇറങ്ങി വന്ന് ഉറപ്പ് കൊടുക്കുകയാണ്, പൗലോസേ നീ ഭയപ്പെടേണ്ട, നിന്റെ കൂടെ ഉള്ളവരെ ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന്. അതെ, ഒരു ദൈവ പൈതൽ ഒരു കൂടെ ഉള്ളത് കൊണ്ട് അവർ രക്ഷപ്പെടുകയാണ്. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയാണ് പ്രിയപ്പെട്ടവരെയും. 14-ാം രാത്രിയായപ്പോൾ ഞങ്ങൾ അദ്രിയക്കടലിൽ അലയും നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി. അവർ ഈയമിട്ട് 20 മാറെന്ന് കണ്ടു. കുറേ അപ്പുറം പോയിട്ട് വീണ്ടും ഈയമിട്ടു, 15 മാറെന്ന് കണ്ടു. പാറസ്ഥലങ്ങളിൽ അകപ്പെടുമെന്ന് പേടിച്ച് അവർ അമരത്ത് നിന്ന് 4 നങ്കൂരമിട്ട് നേരം എടുപ്പാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകാൻ വിചാരിച്ച് അണയത്തിൽ നിന്ന് നങ്കൂരം ഇടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിൽ ഇറക്കി. അപ്പോൾ പൗലോസ് ശതാധിപനോടും പടയാളികളോടും, ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. പടയാളികൾ തോണിയുടെ കയറ് അറുത്ത് അത് വീഴിച്ചു കളഞ്ഞു. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങൾ ഒന്നും കഴിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്ന ഇന്ന് 14-ാം ദിവസമാകുന്നുവല്ലോ. അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തിന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകില്ല നിശ്ചയം എന്ന് പറഞ്ഞു. അതേ, ഒരു ദൈവവൈദ്യർ അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും പൊഴിയുകയില്ല എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. എന്താണ്? നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്ന ഇന്ന് 14-ാം ദിവസമാകുന്നുവല്ലോ. അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തിന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകില്ല നിശ്ചയം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്ത് എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. കപ്പലിൽ ഞങ്ങൾ ആകെപ്പാടെ 276 ആളുണ്ടായിരുന്നു. അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞ് കപ്പലിന്റെ ഭാരം കുറച്ചു. വെളിച്ചമായപ്പോൾ ഇന്ന ദേശമെന്ന് അവർ അറിഞ്ഞില്ല. എങ്കിലും കരയുള്ള ഒരു തുറ കണ്ടു. കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണമെന്ന് ഭാവിച്ചു. നങ്കൂരം മറുത്ത് കടലിൽ വിട്ട് ചുക്കാന്റെ കെട്ടുമഴിച്ച് പെരുമ്പായി കാറ്റുമുഖമായി കൊടുത്തു കരയ്ക്ക് നേരെ ഓടി. ഇരുകടൽ കൂടി ഒരു സ്ഥലത്തിന്മേൽ ചെന്നു. കയറിയാൽ കപ്പൽ അടിഞ്ഞ് അണിയെ മുറച്ച് ഇറക്കമില്ലാതെയായി. അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞുപോയി. തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിപ്പാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു. ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്തു. നീന്തുവാൻ കഴിയുന്നവൻ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ ഖണ്ഡങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. അതേ പ്രിയപ്പെട്ടവരെ, 247 പേരും 276 ആളുണ്ടായിരുന്നു. ആ 276 പേരും അക്കരെ എത്തി അവർ രക്ഷപ്പെട്ടതായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അത്രമാത്രം ഒരു ദൂതന്റെ കരുതൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഒരു കപ്പച്ചേതത്തിൽ പെടുകയാണ്. കപ്പൽ വലിയൊരു കാറ്റടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. വലിയൊരു ഈശാന മൂലം എന്ന കൊടുങ്കാറ്റ്. ചില കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ ആഞ്ഞടിച്ചേക്കാം പ്രിയപ്പെട്ടവരെ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നിന്ന് നാം കണ്ണു പകർക്കാതിരുന്നാൽ മതി പ്രിയപ്പെട്ടവരെ. ചില കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ അവനിൽ നിന്ന് നോട്ടം മാറ്റാതെ ഇരുന്നാൽ അവൻ തന്റെ ദൂതനെ അയച്ച് നമ്മളെ ബലപ്പെടുത്തും. നമ്മളെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെയുള്ളവരെയും കരുതുന്നവനായ ഒരു ദൈവം അവൻ തന്റെ ദൂതനെ അയച്ച് അവരെ കരുതുകയാണ് പ്രിയപ്പെട്ടവരെ. അവരെല്ലാവരും മറുകരയിൽ എത്തപ്പെട്ടു പ്രിയപ്പെട്ടവരെ. ഏതാണ് പ്രിയപ്പെട്ടവരെ മറുകര? ആ മറുകരയാണ് സ്വർഗരാജ്യം പ്രിയപ്പെട്ടവരെ. ഇന്ന് നാം ഈ ഭൂമിയിൽ കൂടി അനേകം കൊടുങ്കാറ്റുകളേറ്റ് തളർന്നും തകർന്നും എല്ലാം നാം പോവുകയാണ് പ്രിയപ്പെട്ടവരെ. നാം എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? നമ്മുടെ സ്വർഗത്തിലെ ദൈവം എത്തിക്കുക തന്നെ ചെയ്യും. ആ മറുകരയിൽ എത്തപ്പെട്ടു പ്രിയപ്പെട്ടവരെ. ചില കഷ്ടപ്പെട്ടിട്ടായാലും എത്തപ്പെട്ടു, അല്ലേ? രക്ഷപ്പെട്ടു, എല്ലാവരും രക്ഷപ്പെട്ടു. ചില കഷ്ടപ്പെട്ടിട്ടായാലും ആ കപ്പലിന്റെ എല്ലാ ഭാഗങ്ങളും തകർന്നു. ഓരോ
പലകയെല്ലാമാണ് പിടുത്തം കിട്ടിയത്. പിന്നെ ചെറിയ തോണിയെല്ലാം പിടുത്തം കിട്ടി. അതിന്മേൽ നീന്തി കയറി അവരെല്ലാവരും രക്ഷപ്പെട്ടു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മോട് കൂടെയുള്ള എല്ലാവരും രക്ഷപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലുള്ള നമുക്ക് പരിചയമുള്ള എല്ലാവരും ഈ അക്കരെ നാട്ടിൽ എത്തിച്ചേരണം. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നാം അവരോട് പറയണം. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്വീകരിക്കാൻ നാം പറയണം. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്താൽ നമുക്ക് അക്കരെ നാട്ടിൽ എത്തിച്ചേരുവാൻ കഴിയും. എല്ലാവരും ആ മറുകരയിലെത്തി രക്ഷപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അടുത്തതായി നമുക്ക് നമ്മെ ശുശ്രൂഷിക്കുവാൻ ദൂതന്മാരെ അയക്കുന്നത് കർത്താവ് തന്നെയാണ്. അവനെ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. നമ്മെ ശുശ്രൂഷിക്കുവാൻ ദൂതന്മാരെ അയക്കുന്നത് കർത്താവ് തന്നെയാണ്. അവനിൽ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ ശക്തിപ്പെടുത്തുവാൻ ദൂതന്മാരുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ട്. അതേ, നമ്മുടെ കർത്താവായ യേശു ദൂതന്മാരുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പലരും പറയും, ഞാൻ കർത്താവായ യേശുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, യേശുവിൻ്റെ സഹായം മാത്രം മതിയെന്ന് നാം പറയും. പ്രിയപ്പെട്ടവരെ, ചിലരെല്ലാം ദൈവദൂതന്മാരിൽ അനേകരെ വിശ്വസിക്കുന്നില്ല, ആശ്രയിക്കുന്നില്ല. പക്ഷേ യേശു തന്നെ ഇവിടെ പല ഭാഗത്തും കാണുവാൻ സാധിക്കും. ദൂതന്മാർ വന്ന് യേശുവിനെ ബലപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിനെ ഐഹിക ജീവിതകാലത്ത് തന്റെ ശക്തിപ്പെടുത്തുവാൻ ദൂതന്മാരുടെ സഹായം യേശു സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൂതന്മാരുടെ സഹായം ലഭിക്കുവാൻ നമുക്ക് താഴ്മ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു താഴ്മ ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൂതന്മാർ നമ്മളെ സഹായിക്കും. വിശുദ്ധ ദൂതന്മാർ നമ്മോട് സംസാരിക്കുന്നത് അവർ യേശുവിന് വേണ്ടി സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൂതന്മാർ യേശുവിന് വേണ്ടിയാണ് വിശുദ്ധ ദൂതന്മാർ സംസാരിക്കുന്നത്. സെക്കര്യാവിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ പ്രവചനങ്ങൾ ദൂതൻ അവനെ അറിയിക്കുമ്പോൾ അവൻ ദൂതനോട് പല കാര്യങ്ങൾ സംഭാഷിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതെ, സെക്കര്യാ പ്രവാചകനും ദൂതനും തമ്മിലുള്ള ഒരു സംഭാഷണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കാം. സെക്കര്യാ പ്രവാചകൻ സംസാരിക്കുകയാണ് ദൂതനോട്. ആ ദൂതൻ അപ്പോൾ മറുപടിയും പറയുകയാണ്. നമുക്ക് ശ്രദ്ധിക്കാം. സെക്കര്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യവും 2-ാം അധ്യായം 3-ാം വാക്യവും 5-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങളും നമുക്ക് വായിച്ചു കേൾക്കാം. സെക്കര്യാ പ്രവാചകനോട് ദൂതൻ സംസാരിക്കുകയാണ്. അതെ, ദൈവദൂതനും മനുഷ്യജീവികളും. സെക്കര്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. യജമാനനെ, ഇവർ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്ന ദൂതൻ ഇവർ ആരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞു. ഇവിടെ സെക്കര്യാവ് വിളിക്കുകയാണ് ദൂതനെ. യജമാനനെ, ഇവർ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്ന ദൂതൻ ഇവർ ആരെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞു. I asked, what are these, my Lord? The angel who was talking with me answered, I will show you what they are. 2-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. എന്നാൽ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്നു. അവനെ എതിരേൽപ്പാൻ മറ്റൊരു ദൂതനും പുറത്തു വന്ന് അവനോട് പറഞ്ഞത്, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറക. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അതെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ അരുളപ്പാട് സെക്കര്യാ പ്രവാചകനെ അറിയിപ്പാൻ ഒരു ദൂതൻ കടന്നു വന്നിരിക്കുകയാണ്. എന്നാൽ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്നു. അവനെ എതിരേൽപ്പാൻ മറ്റൊരു ദൂതനും പുറത്തു വന്ന് അവനോട് പറഞ്ഞത്, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറയുക എന്ന്. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അതെ, ഒരു പട്ടണം തുറന്നു കിടക്കുകയാണ്. മതിലില്ലാതെ തുറന്നു കിടക്കുന്ന ഒരു പട്ടണം. അവിടെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മനുഷ്യർ പെരുകിയിരിക്കുന്നു, മൃഗങ്ങളും പെരുകിയിരിക്കുന്നു. പക്ഷേ അതിന് മതിലില്ലാത്ത ഒരു പട്ടണം. എപ്പോൾ വേണമെങ്കിലും ശത്രുവിന് കയറി ആക്രമിക്കാം, മനുഷ്യരെ നശിപ്പിക്കാം, മൃഗങ്ങളെ നശിപ്പിക്കാം. എന്നാൽ ദൈവം പറയുകയാണ്, എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നാം ഒരു സംരക്ഷണമില്ലാതെ കഴിയുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് ചുറ്റും തീമതിൽ സംരക്ഷണം തരാമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആഗ്രഹിക്കാമോ പ്രിയപ്പെട്ടവരെ? അതേ, സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് ചുറ്റും തീമതിൽ സംരക്ഷണം നൽകാമെന്ന്.
ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അതേ, സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങുക. പ്രിയപ്പെട്ടവരെ, ഈ സാധാരണ മൺകൂടാരമായ വെറും പൊടികളായ നമ്മുടെ മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുക, സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുക, അതൊരു ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സക്കറിയ പ്രവാചകനോട് പറയുകയാണ്, ദൂതൻ, ഞാൻ തീമതിൽ സംരക്ഷണം തരാമെന്ന്, ഞാൻ നിന്റെ മേൽ തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ അരുളപ്പാട്. നമുക്ക് ആർക്കെല്ലാം വേണം പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു സംരക്ഷണം ആർക്കെല്ലാം വേണം പ്രിയപ്പെട്ടവരെ? നാം വിചാരിക്കും എനിക്ക് ചുറ്റും ഒരു മതിലില്ലല്ലോ എന്ന്. പക്ഷേ നമുക്ക് ചുറ്റും തീമതിൽ സംരക്ഷണം നൽകാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ ദൂത് നിങ്ങളെ അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ. Then the angel who was speaking to me left, and another angel came to meet him and said to him, Run, tell that young man, Jerusalem will be a city without walls because of the great number of men and livestock in it, and I myself will be a wall of fire around it, declares the Lord, and I will be its glory within. അതേ, പ്രിയപ്പെട്ടവരെ, നാളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂൾ തുറന്ന് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. നമുക്ക് എപ്രകാരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, കുഞ്ഞുങ്ങൾ പോകുന്ന വഴിയിലെല്ലാം അവർക്ക് നിന്റെ ദൂതൻ കാവലായിരിക്കണമേ, തീമതിൽ സംരക്ഷണം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും. സ്വർഗത്തിലെ ദൈവം അവർക്ക് ചുറ്റും ഒരു തീമതിൽ സംരക്ഷണം നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ഈ അധ്യയന വർഷം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പഠനത്തിൽ ഉത്സാഹിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തായി സക്കറിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് എന്നോട്, നീ തലപൊക്കി ഈ പുറപ്പെടുന്ന എന്താകുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന്, പുറപ്പെടുന്ന ഒരു ഏഫ എന്ന് അവൻ പറഞ്ഞു. അത് സർവ്വദേശത്തിലുമുള്ള അവരുടെ അകൃത്യം എന്ന് അവൻ പറഞ്ഞു. അതേ, സക്കറിയ പ്രവാചകനോട് ദൂതൻ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Then the angel who was speaking to me came forward and said to me, Look up and see what this is, what that is appearing. I asked, What is it? He replied, It is a measuring basket. And he added, This is the iniquity of the people throughout the land. അതേ, പ്രിയപ്പെട്ടവരെ, അവരുടെ അകൃത്യം എന്ന് അവൻ പറഞ്ഞു. അതേ, ഒരു ബാസ്ക്കറ്റിനുള്ളിൽ ജനത്തിന്റെ അകൃത്യമെല്ലാം ആക്കിയിരിക്കുകയാണ്. ഏഫ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ഒരു ഏഫ കാണുന്നു എന്ന് പറഞ്ഞു. അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന സക്കറിയാവിനോട് പറയുകയാണ്, നീ തലപൊക്കി പുറപ്പെടുന്ന എന്താവുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന്, പുറപ്പെടുന്ന ഒരു ഏഫ എന്ന് അവൻ പറഞ്ഞു. അത് സർവ്വദേശത്തിലുമുള്ള അവരുടെ അകൃത്യം എന്ന് പറഞ്ഞു. അതെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന സകല അകൃത്യങ്ങളും ഒരു ഏഫായിലാക്കിയിരിക്കുകയാണ്, ഒരു ബാസ്ക്കറ്റിലാക്കിയിരിക്കുകയാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, ആ ബാസ്ക്കറ്റ് ഏതാണ് പ്രിയപ്പെട്ടവരെ? ആ ബാസ്ക്കറ്റാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ആ ബാസ്ക്കറ്റ് നമ്മുടെ പേരുള്ള സകല പാപങ്ങളും, സകല ശാപങ്ങളും, സകല രോഗങ്ങളും, സകല ദാരിദ്ര്യങ്ങളും എല്ലാം പിതാവാം ദൈവം യേശുവിന്റെ മേലാക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവനിൽ കാണാം നമ്മുടെ രോഗങ്ങൾ, അവനിൽ കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ അവനിൽ കാണാം, നമ്മുടെ ശാപങ്ങൾ അവനിൽ കാണാം, നമ്മുടെ ദാരിദ്ര്യ അവസ്ഥകൾ അവനിൽ കാണാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്ത് ആവശ്യമാണോ ഉള്ളത് അത് അവനിൽ കാണാം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം സക്കറിയാവിനെ കാണിച്ചു കൊടുക്കുകയാണ് ആ ഏഫ എന്ന്. അത് സർവ്വദേശത്തിലുമുള്ള അവരുടെ അകൃത്യം എന്ന് അവൻ പറഞ്ഞു. അടുത്തായി സക്കറിയ പ്രവാചകന്റെ പുസ്തകം തന്നെ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. വീണ്ടും സക്കറിയാവിനോട് ദൂതൻ പറയുകയാണ്, എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. അതേ, ഉറങ്ങിക്കിടക്കുകയായിരുന്ന സക്കറിയാവിനെ ഉണർത്തുകയാണ്. നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് കണ്ടും അതിൻ്റെ തലക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിൻ്റെ തലകളുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലതുഭാഗത്ത് ഒന്നും ഇടതുഭാഗത്തൊന്നും ഇങ്ങനെ 2 ഒലിവ് മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ
യജമാനനെ, ഇത് എന്താകുന്നു എന്ന് ചോദിച്ചു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട്, ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടി അവൻ ആണിക്കല്ല് കയറ്റുമെന്ന് സക്കറിയ പ്രവാചകൻ പറയുകയാണ്. ആ ദൂതൻ വന്ന് പറയുകയാണ്, സെരുബാബേലിനോട് പറയുകയാണ്, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടി ആണിക്കല്ല് കയറ്റുമെന്ന് പ്രിയപ്പെട്ടവരെ. അതെങ്ങനെയാണ്? സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ചില മഹാപർവ്വതങ്ങൾ പോലെ ചിലതെല്ലാം കണ്ടിരിക്കാം പ്രിയപ്പെട്ടവരെ. ചില രോഗങ്ങൾ ഒരു മഹാപർവ്വതം പോലെ നമുക്ക് നമ്മുടെ മുമ്പിൽ വന്നിരിക്കാം പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ രോഗത്തെ നോക്കി നിനക്ക് പറയാം, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടി നീ ആണിക്കല്ല് കയറ്റുമെന്ന് പ്രിയപ്പെട്ടവരെ. അത് സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നാം പാടാറുണ്ട്, സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ, വ്യർത്ഥവുമല്ല പാരമ്പര്യമല്ല കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാലത്രേ. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. വ്യർത്ഥവുമല്ല പാരമ്പര്യമല്ല കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാലത്രേ. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. ആരാധനയുണ്ട് ആരാധനയുണ്ട് യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്. ആരാധനയുണ്ട് ആരാധനയുണ്ട് യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്. ആരാധനയുണ്ട് ആരാധനയുണ്ട് ആത്മാവിന്റെ ആരാധനയുണ്ട്. സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. വ്യർത്ഥവുമല്ല പാരമ്പര്യവുമല്ല കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാലത്രേ. വ്യർത്ഥവുമല്ല പാരമ്പര്യമല്ല കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാലത്രേ. രാജാവുള്ളിടത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്തു ആത്മപ്രവാഹമുണ്ട്. മഹത്വത്തിനും സ്തോത്രത്തിനും സർവ ബഹുമാനത്തിനും യോഗ്യനായവൻ. മഹത്വത്തിനും സ്തോത്രത്തിനും സർവ ബഹുമാനത്തിനും യോഗ്യനായവൻ. യഹൂദാ ഗോത്രത്തിൻ സിംഹമായവൻ, രാജാധിരാജൻ കർത്താധികർത്തൻ. യഹൂദാ ഗോത്രത്തിൻ സിംഹമായവൻ, രാജാധിരാജൻ കർത്താധികർത്തൻ. രാജാവുള്ളിടത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്തു ആത്മപ്രവാഹമുണ്ട്. ആരാധനയുണ്ട് ആരാധനയുണ്ട് യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്.
ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആത്മാവിന്റെ ആരാധനയുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? അത് സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടി ആണിക്കല്ല് കയറ്റും. എന്താണ് പ്രിയപ്പെട്ടവരെ കൃപ? അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം. പ്രിയപ്പെട്ടവരെ, അവന്റെ രക്തത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു കാര്യവും അസാധ്യമല്ല തന്നെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ട് പറയാമോ? യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിലും അധികാരത്തിലും വിശ്വസിക്കുന്നവർക്ക് ഒരു കാര്യവും അസാധ്യമല്ല തന്നെ. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ഒരു കാര്യവും അസാധ്യമല്ലാത്തത്? യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിലും അധികാരത്തിലും വിശ്വസിക്കുന്നവർക്ക്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലും അധികാരത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, അത് വിശ്വസിക്കുന്നവർക്ക് ഒരു കാര്യവും അസാധ്യമല്ല തന്നെ. ഇവിടെ എഴുതി പറയുകയാണ്, the angel who talked with me returned and beacon me as a man is wakened from his sleep. He asked me, what do you see? I answered, I see a solid gold lamp stand with a bowl at the top and 7 lights on it, with 7 channels to the lights. Also there are 2 olive trees by it, one on the right of the bowl and the other on its left. I asked the angel who talked with me, what are these, my Lord? He answered, do you not know what these are? No, my Lord, I replied. So he said to me, this is the word of the Lord to Zerubbabel, not by might nor by power, but by my spirit, say the Lord Almighty. What are you, O mighty mountain? Before Zerubbabel you will become level ground. Then he will bring out the capstone to shouts of God bless it, God bless it. എന്ന് അതെ പ്രിയപ്പെട്ടവരെ, സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള ചില മഹാപർവ്വതങ്ങൾ ഇന്ന് ഉരുകി മാറുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുശ്രൂഷ ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ ചില പർവ്വതങ്ങൾ ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് കടന്നു പോകാൻ കഴിയാത്ത ചില പർവ്വതങ്ങൾ, ചില കടഭാരങ്ങളാണോ? പ്രിയപ്പെട്ടവരെ, ചില രോഗപീഠകളാണോ? പ്രിയപ്പെട്ടവരെ, എന്താണ് നമുക്ക് മുന്നോട്ട് പോകാതെ വണ്ണം നമ്മളെ തടസ്സമാക്കിയിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരു ദർശനം, ഒരു സ്വപ്നം ഒരു മകൻ കാണുകയാണ്. തൻ്റെ അമ്മ ഈ ഭൂമിയിൽ നിന്ന് മരണം വഴിയായി സ്വർഗത്തിലേക്ക് കടന്നുപോയി. അപ്പോൾ ആ മകൻ തൻ്റെ അമ്മയെ സ്വർഗത്തിലിരിക്കുന്ന തൻ്റെ അമ്മയെ കാണുകയാണ്. പക്ഷെ ആ മകൻ അമ്മയുടെ അരികിലേക്ക് അമ്മ വിളിച്ചു, എൻ്റെ അടുക്കിലേക്ക് വരുവാൻ ആ അമ്മ വിളിക്കുകയാണ്. ആ മകൻ അങ്ങ് നടന്ന് ചെന്നപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ വലിയൊരു മതില് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വലിയൊരു മതില്. അപ്പോൾ അവൻ വിചാരിച്ചു, ഇതെന്നാ എൻ്റെ അമ്മയെ ഞാൻ അകലെ നിന്ന് നോക്കിയപ്പോൾ കണ്ടു, എന്നാൽ ഞാൻ അടുത്തേക്ക് ചെല്ലും തോറും ആ മതില് വലുതായി കണ്ടു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവൻ നോക്കിയപ്പോൾ തൻ്റെ അമ്മയുടെ അരികിലേക്ക് അവന് കടന്നു ചെല്ലുവാൻ സാധിക്കുന്നില്ല. അവൻ വളരെ സങ്കടപ്പെട്ട് തലകുലിച്ചിരിക്കുമ്പോൾ അവൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ അവൻ കാണുകയാണ്, ആ മതിലിന്മേൽ ഒരു തുള്ളി രക്തം വന്ന് വീഴുന്നത് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു തുള്ളി രക്തം ആ മതിലിന്മേൽ, കറുത്ത മതിലിന്മേൽ വീണപ്പോൾ ആ മതിൽ അലിഞ്ഞില്ലാതാവുകയാണ്. പ്രിയപ്പെട്ടവരെ, അതേ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ തടസ്സമായി നമ്മുടെ മുമ്പിൽ എന്തെല്ലാം തടസ്സമുണ്ടോ, അതിന്മേൽ ഇന്ന് ഒരു തുള്ളി രക്തം, എൻ്റെ കർത്താവിൻ്റെ ഒരു തുള്ളി രക്തം ഇന്ന് വീഴ്ത്തുകയാണ്. ഹല്ലേലൂയ. യേശുവേ, നിന്റെ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി ഞങ്ങളുടെ ജീവിതത്തിൽ വീഴ്ത്തണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താവിൻ്റെ ക്രൂശിന്റെ ചൂട്ടിലേക്ക് നിങ്ങൾ നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഗോകുൽത്തായുടെ ക്രൂശിന്റെ ചൂട്ടിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. 2 കള്ളന്മാരുടെ മധ്യത്തിൽ തൂക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. തൂക്കപ്പെട്ടു, മരത്തിൽ വിലാവ് തുറന്നു, ചവളം രക്തം വെള്ളം ഒടുകൊടുന്ന മെസ്സിഹായെ കണ്ടു. പ്രിയപ്പെട്ടവരെ, ആ പാടി കേട്ടിട്ടുണ്ട്, തൂക്കപ്പെട്ടു മരത്തിൽ വിലാവു തുറന്ന ചവളം രക്തം വെള്ളമൊടുകും മസ്സിഹായേ സഹദേവ
പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൂർവികരായ പിതാക്കന്മാർ ആ കാഴ്ച കണ്ടു. അവർ എഴുതി തൂക്കപ്പെട്ടു, മരത്തിൽ വിലാവ് തുറന്നു, ചവളം രക്തം വെള്ളം ഒടുകൊടുന്ന മസിഹായെ. അതേ പ്രിയപ്പെട്ടവരെ, കുന്തത്താൽ കുത്തത്തുറക്കപ്പെട്ട് ആ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന രക്തം കണ്ട പിതാക്കന്മാർ അവർ വെറുതെ ഇരുന്നില്ല, അവർ സടകുടഞ്ഞ് എഴുന്നേറ്റു. എന്താണ് നാം പാടിയത്? തൂക്കപ്പെട്ടു മരത്തിൽ വിലാവു തുറന്ന ചവളം രക്തം വെള്ളമൊടുകും മസിഹായേ. സഹദേവാ കണ്ടം ഓടി മരി പാനായി കർത്താവിൻ പേർക്കെല്ലാരും. അതേ പ്രിയപ്പെട്ടവരെ, അവർ കണ്ടു, ഓടി. എന്തിനാണ്? രക്തസാക്ഷികളാകുവാനാണ് ഓടിയത്. കർത്താവിന് വേണ്ടി തന്റെ കർത്താവിന് വേണ്ടി അവർ രക്തസാക്ഷികളായി തീർന്നു. കർത്താവിന്റെ ശിഷ്യന്മാർ കണ്ടു, അവരോടി. സഭയുടെ പൂർവികരായ പുണ്യപിതാക്കന്മാർ കണ്ടു, അവരും കർത്താവിന് വേണ്ടി രക്തസാക്ഷ്യ മരണങ്ങൾ വരിച്ചു. പ്രിയപ്പെട്ടവരെ, അതേ കർത്താവിനെ കണ്ടാൽ നിങ്ങൾ ഓടിപ്പോകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ആ കാഴ്ച കാണണം. പ്രിയപ്പെട്ടവരെ, നാളെ ഇതുവരെയും കർത്താവിനെ ക്രൂശിക്കപ്പെട്ട രൂപം കണ്ടില്ല എങ്കിൽ മകനെ, മകളെ, നീ ക്രൂശിലേക്ക് നോക്കുക. നിനക്ക് വേണ്ടി ശിരസിൽ മുൾമുടി വഹിച്ച് മുഖത്ത് നിന്ന് അവന്റെ രോമകൂപങ്ങളെല്ലാം വലിച്ചു കീറപ്പെട്ട് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അത്രമാത്രം വിരൂപനായി കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഓ, അവന്റെ പുറമെല്ലാം ഒഴിവ് ചാല് പോലെ അടിച്ച് കീറപ്പെട്ടിരിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ കൈകൾ രണ്ടിലും കാലിലും പാണികൾ അടിച്ചു വെച്ചിരിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയും. ഓ, രക്തം വാർന്നൊഴുകി ഒഴുകി വരുന്നത് നിനക്ക് കാണുവാൻ കഴിയും. നിന്റെ ആത്മ കണ്ണുകൾ തുറന്നാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഒരു തുള്ളി രക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ അപ്പ. ഹല്ലേലൂയ. ഓ, ഞങ്ങളുടെ ശിരസിന്മേലും, ഓ, ഞങ്ങളുടെ തലച്ചോറിന്മേലും, ഞങ്ങളുടെ കണ്ണുകളിന്മേലും, ഞങ്ങളുടെ ഓരോ അവയവങ്ങൾ പ്രതിയായ അന്തരേന്ദ്രിയങ്ങളുടെ മേലും, ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവ് ഇവിടെ നിന്ന് കഴുകണമേ അപ്പ. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്ന ഞങ്ങളുടെ ആത്മാക്കളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഈ രാത്രി യേശുവിന്റെ രക്തത്താലുള്ള ഒരു കഴുകൾ. ഹല്ലേലൂയ. ഈ ദേശത്തിന്മേൽ യേശുവിന്റെ രക്തം ഒഴുകി തരണമേ അപ്പ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ അപ്പ. ഞങ്ങളെ കഴുകണമേ അപ്പ. ഞങ്ങളെ സൗഖ്യമാക്കണമേ കർത്താവേ. നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകുകയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പ, അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ, സ്വർഗീയത്തിൽ നിന്നുള്ള അഭിഷേകം ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ രക്തം ഒരു തുള്ളി ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു കർത്താവേ. അപ്പൊ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവമോ അവനെ അടിച്ചും ശിക്ഷിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു. അല്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയാണ് അവൻ യാഗമായി തീർന്നത്. നമുക്ക് വേണ്ടി ശാപമാക്കപ്പെട്ടു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നു. അന്നാളിൽ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിന് വേണ്ടി ഒരു ഉറവ് തുറന്നിരിക്കും. ഓ, എങ്കിലും പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും ഒഴുകി. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രക്തവും വെള്ളവും കൊണ്ട് ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഞങ്ങളിന്ന് മുഴുവനായി കഴുകി അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. കർത്താവേ, ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും നാഥന്റെ ക്രൂശിന്റെ ചുവടിൽ സമർപ്പിക്കുകയാണപ്പ. ആ ക്രൂശിൽ നിന്ന് ഒഴുകിയ രക്തം, ഹല്ലേലൂയ, ഞങ്ങളെ വീണ്ടെടുക്കുന്ന രക്തം, ഞങ്ങളെ വിടുവിക്കുന്ന രക്തം, ഞങ്ങളുടെ ശരീരത്തിന്റെ ബലഹീനതകളെ സൗഖ്യമാക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ഞങ്ങൾ സ്തുതിക്കട്ടെ അപ്പ. ഞങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. ഞങ്ങളുടെ ആത്മാവിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തെയും തിരുമുറകളെയും ഞങ്ങൾ സ്തുതിക്കട്ടെ, സ്തോത്രം ചെയ്യട്ടെ അപ്പ. ഞങ്ങളുടെ പ്രാണന്റെ അരിഷ്ടതകളെ സൗഖ്യമാക്കുന്ന ആ തിരുരക്തത്തെ ഞങ്ങൾ സ്തുതിക്കട്ടെ അപ്പ, സ്തോത്രം ചെയ്യട്ടെ അപ്പ. ഓ, രക്തത്താൽ കഴുകൽ പ്രാപിച്ച കർത്താവേ അപ്പ, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു കർത്താവേ. നിരന്തരം യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ രാജ്യത്തിലെത്തി അവനെ മുഖാമുഖം കാണുവോളം അപ്പ ഞങ്ങളെ അനുനിമിഷം നിന്റെ രക്തത്തിൽ മൂടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടിച്ചു കുഞ്ഞാട്ടിൻ രക്തത്തിൽ കർത്താവെ, ഇന്ന് കുളിക്കുന്ന ദിവസമാണ്, ഇന്ന് കഴുകൽ അനുഭവിക്കുന്ന ദിവസമാണപ്പ. നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ രക്തത്താൽ ഞങ്ങളെ മുഴുവനായി മൂടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുത ശക്തി കർത്താവെ അപ്പ നീ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം വീണ് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിനായി ഞങ്ങളെ വീണ്ടും അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിന്റെ രക്തത്താൽ മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, അവർ കടന്നു ചെല്ലുന്ന സ്കൂളുകളിൽ യേശുവിന്റെ രക്തത്തിന്റെ മുദ്രയുള്ള മക്കളാക്കി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു തൊടാതെ അവരെ കാക്കണമേ, അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുതു വർഷം കർത്താവെ, അവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെല്ലാം ക്ലാസ്സുകളിൽ ഒന്നാമതായി പാസ്സാകുവാൻ തക്കവണ്ണം ജ്ഞാനത്തിന്റെയും കർത്താവെ അറിവിന്റെയും എല്ലാം നീതി അങ്ങയിൽ ഗുപ്തമായിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു. സകല ജ്ഞാനത്തിന്റെയും ഉറവിടമായി യേശുവേ, അവിടെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജ്ഞാനം പരിശുദ്ധാത്മാവാകുന്ന നിങ്ങൾ അറിയുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ കുഞ്ഞുങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മേലെ നിന്റെ ആത്മാവിനെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് നീ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുന്ന നാളുകളായി ഈ നാളുകൾ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരെ ജീവന്റെ പുസ്തകത്തിൽ വീണ്ടും എഴുതി ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെളിച്ചെഴുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടിയും ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിത്യതയിൽ അവിടുത്തെ മുഖം കണ്ട് അവിടുത്തെ രാജ്യത്തിൽ അപ്പനെ ആരാധിക്കുന്ന ദൂതന്മാരോട് ചേർന്ന് ഞങ്ങൾക്കും ആരാധിപ്പാൻ ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെല്ലാം നമ്മൾക്കായി അപ്പനെ സ്തുതിക്കുന്നു. അടിയൾക്കായി ജീവൻ വെച്ച് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാവണം പിതാവേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമ്മതവും സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.